നമസ്കാരം. പുതിയ ചെറിയൊരു അറിവ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുൻപിൽ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഒത്തിരി ആളുകൾ വന്നു പോകാറുണ്ട് അല്ലേ? നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ അപരിചിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ. അപരിചിതരാണ് പിന്നീട് പരിചിതരായിട്ട് മാറുന്നത്. എങ്ങനെയായിരിക്കാം ആ പരിചയത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളിലേക്ക് ഇവരൊക്കെ വന്നു ചേരുന്നത്? രണ്ട് കാരണങ്ങളായിരിക്കാം. ഒന്നാമത്തേത്, നമ്മൾ കൊടുക്കുന്ന നല്ല വാക്കുകൾ, നമ്മൾ പറയുന്ന നല്ല വാക്കുകൾ കൊണ്ട് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ സ്നേഹമുള്ളൊരു മനസ്സുകൊണ്ട് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും വിപരീത ഫലവും നമുക്ക് ചെയ്യാം. നമ്മുടെ തെറ്റായിട്ടുള്ള വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ട് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ കൊടുക്കാത്ത സ്നേഹം നിമിത്തം അകന്നു പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ, അല്ലെങ്കിൽ ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നല്ല വാക്കുകളോ അല്ലെങ്കിൽ മോശം വാക്കുകളോ ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ? അതിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും പല സാഹചര്യത്തിലും നമുക്ക് പറ്റാറില്ല. എന്നിരുന്നാൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വാക്കുകൾ നമ്മൾ അവരോട് പറയാൻ ആഗ്രഹിക്കണം. കാരണം പോസിറ്റീവ്, അതായത് നല്ല വാക്കുകൾ എവിടെയുണ്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് കൂടുതൽ ആളുകളും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അവരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല, സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു വീണ്ടും വിചാരം വേണം. നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഒരു വീണ്ടും വിചാരം വേണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് അവരെല്ലാം അകന്നു പോകാൻ അതൊരു കാരണമായേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള, നിങ്ങളുടെ സൗഹൃദങ്ങളിലുള്ള, നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള നല്ല നല്ല ബന്ധങ്ങളെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ. അതിന് നല്ല വാക്കുകൾ ഉണ്ടാവട്ടെ. മനസ്സിൻ്റെ ഉള്ളിലെ നല്ല സ്നേഹം നല്ല നന്മയായി പുറത്തേക്ക് നിങ്ങൾക്ക് ഒഴുക്കാൻ സാധിക്കട്ടെ. ചെറിയൊരു അറിവ് പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം, ശ്രീമോൻ കണ്ണൻ.